സ്വാമി സ്വാമി ഭക്തരായ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. അതോടൊപ്പം ക്ഷേത്ര കമ്മിറ്റിക്കാരുടെയും ദേശവാസികളുടെയും പേരിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഈ പുണ്യദിനത്തില് പുണ്യമുഹൂർത്തത്തില് നമ്മുടെ കലിയുഗവർദ്ധനായ ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുദർശനം കണ്ട് ആ തിരുമുഖം കണ്ട് ആ പഞ്ചലോഹ നിർമ്മിതമായ ആ അയ്യപ്പ വിഗ്രഹം കണ്ട് അയ്യപ്പന്റെ സാന്നിധ്യം കണ്ട് കൺകുളർക്കെ മനസ്സ് കുളിർക്കെ തൊഴുത് സങ്കടങ്ങളെല്ലാം പറഞ്ഞ് സമസ്ത ദുഃഖ ദുരിതാദികളിൽ നിന്ന് മുക്തി നേടാൻ എത്തിയിരിക്കുന്ന ഏവരെയും സ്വാമി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഒരു വർഷമായി നമ്മള് ഈ ഭഗവാന്റെ ഹരിവരാസനമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞിട്ട് ഇനി എന്നാണ് ഞങ്ങളുടെ അയ്യപ്പനെ കാണാൻ പറ്റുക? ഇനി വൃക്ഷമാസം വരണം, 2-3 ശനിയാഴ്ച കാത്തിരിക്കണം. അങ്ങനെ കാത്തിരുന്ന് വീണ് കിട്ടിയ പുണ്യ ദിനമാണെന്ന് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ജാതി മതഭേദമന്യേ അനേകം പേര് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ എല്ലാവരും ഒരുപോലെയാണ്. അത് ഇവിടെ നിന്ന് മാത്രമല്ല, ശബരിമലയിൽ പോയാലും അങ്ങനെ തന്നെയാണ്. ഇവിടെ സാധാരണ ഒരു കിടക്ക് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് നിന്ന് ഇതുപോലെ കാഴ്ചക്കാരായിട്ട് നിന്ന് പോകാൻ സാധിക്കും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഞാൻ പോകുന്ന ക്ഷേത്ര സ്ഥലങ്ങളെല്ലാം തന്നെ നമ്മുടെ ഒരു ചാൻ അകറ്റി നിർത്തേണ്ട ആവശ്യമില്ല. എന്താണ് ഭഗവാൻ എവിടെ ഇല്ലാത്തത്? ഭഗവാൻ എൻ്റെ മുന്നിലില്ലേ, എൻ്റെ ഈ പിന്നിലില്ലേ, ഈ സൈഡിലില്ലേ, എല്ലാവർക്കും എല്ലാ ചരാചരങ്ങളിലും ഭഗവാൻ നിറഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഒരു അകർച്ച? വേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് പഞ്ചലോഹനിർമ്മിതമായ വിഘ്നേശ്വരനുണ്ട്, ധർമ്മശാസ്താവുണ്ട്. അത് ഇക്കൊല്ലം പുതിയതായിട്ട് പഴനിയാണ്ടവൻ മുരുകൻ പഞ്ചലോഹനിർമ്മിതമായ വിഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ഭഗവതിയുണ്ട്, മഹാലക്ഷ്മിയായിട്ട് ദേവിയുടെ പഞ്ചലോക വിഗ്രഹമുണ്ട്. എന്തായാലും ശബരിമലയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, ഈ തിരുനടയിൽ വന്ന് ആ മുഖത്തേക്ക് നോക്കുമ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ശബരിമല ശാസ്താവിന്റെ തിരുമുഖമാണ്. പോകാൻ സ്ഥലമുണ്ട്. ആ ചുറ്റമ്പലത്തിന് അകത്ത് കയറിയിട്ടാണ് നാം ദേവനെ ദർശിക്കുക. എവിടെ ചെന്നിട്ട്? തിരുനടയിൽ ചെന്നിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഭഗവാന്റെ തിരുമുറ്റത്ത് ചെന്നിട്ട് ആ ശ്രീകോവിലേക്ക് നോക്കി തൊഴാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് വളരെ എന്നിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ കുടുംബ അംഗങ്ങളിലും ധനത്തോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള സമസ്ത അപരാധങ്ങളും പുറത്ത് കാത്തു രക്ഷിക്കാനാണ് നല്ലപോലെ പ്രാർത്ഥിക്കാം. സ്വാമി അവിടെ വിഘ്നേശ്വരൻ, ധർമ്മശാസ്താവ്, അവിടെ ബാലസുബ്രഹ്മണ്യ പള്ളിയാണ്ടവ ഇതിൻ്റെ എല്ലാം കൂടി കൂടിയിട്ടിരിക്കുന്നത്. ഇത് താഴത്താണെങ്കിൽ ഇവിടെ കൊച്ചുകടുത്ത സ്വാമി എന്ന് പറഞ്ഞ സ്വാമിയുണ്ട്, അപ്പുറത്ത് വലിയ അടുത്ത സ്വാമി എന്ന് പറഞ്ഞ സ്വാമിയുണ്ട്. ഇതൊക്കെ ഈ സ്വാമിയുടെ ഉപാസനമൂർത്തികളാണ്. പിന്നെ അപ്പുറത്ത് വാവര സ്വാമിയുണ്ട്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ മലയുടെ അധിപൻ ഇരുമ്പസ്വാമിയുണ്ട്. ഈ സ്വാമിയാണ് ഈ ഇവിടുന്ന് പോകുന്ന അയ്യന്മാരെ അവിടെ കൊണ്ടുപോകുന്നത്, തിരിച്ചു കൊണ്ടുവരുന്നത്. മലയുടെ അധിപനാണ്. അങ്ങനെ 7-8 പേർക്ക് വീളം വച്ചിട്ടാണ് പൂജയൊക്കെ നടത്തുക. ഇവരെയൊക്കെ നല്ലൊരു ശ്രമഫലമായിട്ട് ഇത്രയും സജ്ജനങ്ങളെ ഇവിടെ വരുത്തി ചെയ്യാൻ സാധിക്കും. ഈ നാടിൻ്റെ പുണ്യം തന്നെ എനിക്ക് പറയാം. ഇന്ന് എനിക്കുള്ളൊരു മഹാത്ഭുതം എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ ആരാധന കഴിക്കാൻ വേണ്ടി വന്നതല്ല.
3 മാസക്കാലമായിട്ട് എനിക്ക് കൈക്ക് ഡോക്ടർ ഓപ്പറേഷൻ വരെ വേണമെന്ന് പറഞ്ഞതാണ്. എന്തോ എനിക്കറിയില്ല. ഇപ്പം ഈ സമയത്ത് കൈപോക്കാനും പിടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. കൈപോക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരനെ കൂടി കൊണ്ടുവന്നിട്ടാണ് ഇന്ന് ഈ പൂജ നിർവഹിച്ചത്. എന്തായാലും കുറച്ചു നേരം കൂടി എനിക്ക് എൻ്റെ ഭഗവാനെ, എൻ്റെ കർമ്മശാസ്താവിനെ എനിക്ക് ആരാധിക്കാൻ സാധിച്ചത് ഞാൻ ഭാഗ്യവാനാണ് വിശ്വസിക്കുന്നത്. സ്വാമി ശരണയ്യപ്പ. ഏറ്റവും ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ, സ്നേഹബന്ധങ്ങളെ, ഈ പുണ്യഭൂമിയിൽ ഇവിടെ വരാനും നിങ്ങളോടൊപ്പം ആയിരിക്കാനും കിട്ടിയ, ഇവിടെ ഈ വിശുദ്ധമായ സ്ഥലത്തായിരിക്കാൻ സാധിച്ചത് നല്ല ദൈവത്തിന് ആദ്യമേ നന്ദി അർപ്പിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് ദേശവിളക്ക് എന്ന് പറഞ്ഞാൽ ദേശത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നടക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ദേശത്ത് ജാതി മത ഭേദമന്യേ എല്ലാവരും ഉണ്ട്. ഇവിടെ ഹൈന്ദവന് വേണ്ടി മാത്രമല്ല ഈ ദേശവിളക്ക് നടത്തുന്നത്. ഇവിടെയുള്ള ഈ ദേശത്തുള്ള ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരുടെയും ക്ഷേമത്തിന് ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഈ ദേശവിളക്ക് നടത്തപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദേശവിളക്കിലൂടെ ഈ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും എന്നുറപ്പാണ്. ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നമുക്കറിയാം ചേന്നമംഗലം പ്രദേശം എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ സ്ഥലമാണ്. കാരണം ഒരുപാട് പണ്ടേ മുതൽ എല്ലാ മതസ്ഥരും ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം ജൂതന്മാരുള്ളൊരു സ്ഥലം കൂടിയാണ് ചേന്നമംഗലം എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ പോയ അവിടെ ഹൈന്ദവനുണ്ടാകും, മുസൽമാനുണ്ടാകും, ക്രിസ്ത്യാനി ഉണ്ടാകും. ചേന്നമംഗലത്ത് വരുമ്പോൾ അവിടെ ജൂതൻ കൂടിയുണ്ട്. അപ്പൊ നമുക്കറിയാം ഇത്രമാത്രം പഴക്കമുള്ള ഒരു മതസൗഹാർദ്ദത്തിന്റെ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് ഈ ചേന്നമംഗലം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് പോകേണ്ടവരാണ്. നമ്മളെല്ലാവരും ദൈവത്തിലേക്ക് നടന്നെടുക്കാൻ ശ്രമിക്കുന്നവരാണ്. പല വ്യത്യസ്തമായ വഴികൾ ഉണ്ടെന്ന് മാത്രം. തീർച്ചയായും നമുക്ക് ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് മുന്നേറാൻ സാധിക്കട്ടെ. ഈ ദേശവിളക്ക് വലിയ അനുഗ്രഹമായി, ഈ ദേശത്തിന് മുഴുവൻ അനുഗ്രഹമായി മാറട്ടെ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ വ്യക്തിത്വങ്ങൾക്കും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് വൈകുന്നേരം കുർബാന അർപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിലൂടെയാണ് നമ്മുടെ താലം കടന്നുപോയത്. അപ്പൊ താലം പള്ളിയുടെ മുൻപിൽ എത്തിയപ്പോൾ കുർബാന നടക്കുന്നുണ്ട്. ചെണ്ടകൊട്ടൊക്കെ അവസാനിപ്പിച്ചു. അതൊരു മത സൗഹാർദ്ദ ചിന്തയാണ്, പരസ്പര ബഹുമാനം, എല്ലാവരുടെയും വിശ്വാസത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. തീർച്ചയായിട്ടും അത് പുതിയൊരു തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വലിയ പാരമ്പര്യം കൂടിയാണ്. ഈ ഒരു പാരമ്പര്യം നമുക്ക് തുടർന്ന് പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ. എല്ലാവരുടെയും വിശ്വാസത്തെ, എനിക്കൊരു വിശ്വാസമുണ്ട്. എൻ്റെ വിശ്വാസം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ആദരിക്കാൻ സാധിക്കുക എന്നുള്ളത് പുതിയ തലമുറക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും എന്നെ ഈ ദേശവിളക്കിലേക്ക് ക്ഷണിച്ച ഏവർക്കും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കാൻ. ഇതിന് ഒരുപാട് ചെലവുണ്ട് എന്നെനിക്കറിയാം. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടായി നിന്ന് സഹകരിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യം സംഘടിപ്പിക്കാൻ സാധിച്ചത്. തീർച്ചയായും ഈ ദേശത്തിന്റെ വലിയ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഈ ദേശവിളക്ക് കാരണമാകട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ ദേശവിളക്ക് ഇത്രമാത്രം ചെലവില് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടി, ദിവസങ്ങളോളം ബുദ്ധിമുട്ടി ചെലവഴിച്ച് ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും ആത്മാർത്ഥമായി ഞാനിവിടെ തൊട്ടടുത്ത് നിത്യസഹായ മാത ദേവാലയത്തിലെ വികാരിയച്ഛനാണ്. അപ്പോൾ എൻ്റെ ഇടവക അംഗങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും നന്ദിയും സ്നേഹത്തോടെ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഗുരുവിനും ഇതിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകട്ടെ. അതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റുക? ശ്രദ്ധിക്കട്ടെ. ആദ്യം മനക്ക് പോകാൻ മാറിയിട്ടിരിക്കുന്ന സ്വാമിമാരൻ അണിയിൽ വന്നിട്ട് ആ തെക്ക് ഭാഗത്ത് കൂടി കയറി ഗണപതി ഭഗവാനെ കണ്ട്, ഞാൻ വീണ്ടും പറയുന്നു, പൂർണ്ണ വിശ്വാസവും ഭഗവാനോട് പൂർണ്ണ സ്നേഹവും ഉള്ളവര് ഇനി ഞങ്ങൾ അമ്പലത്തിൽ വിളിച്ചു കയറ്റി അത് ശരിയായില്ല എന്ന് പറയാൻ തോന്നരുത്. പക്ഷെ എനിക്കറിയാം ഈ കൊല്ലം പോയാൽ അടുത്ത കൊല്ലം വരെ കാത്തിരിക്കുന്നത് എൻ്റെ അടുത്ത് കയറി തൊഴാനാണെന്ന് എനിക്കറിയാം. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് 95%.
അപ്പൊ ആ ഭാഗത്ത് കൂടി വന്നിട്ട് ഈ നൊണ എന്നൊരു സാധനവും തീ എന്ന സാധനവും അധികം വേണ്ട, അതറിയാലോ. അപ്പൊ അതുകൊണ്ട് വിളക്ക് പരസ്പരത്തും കത്തിരിക്കുന്നത് അലക്ഷ്യമായിട്ട് ആ ചുരിദാറൊക്കെ ഇങ്ങനെ വീശടിക്കാതെ ഒന്ന് വലിച്ചൊക്കെ കെട്ടി ആ സാരിയുടെ തലക്കൊന്ന് ഒതുക്കി കെട്ടി ഭഗവാന്റെ മുഖത്തേക്ക് കണ്ടുപോകുമ്പോ ഇതൊന്നും ശ്രദ്ധിക്കില്ലേ, അതുകൊണ്ടാണ്. കമ്മിറ്റിക്കാരൻ